ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെയൊക്കെ വീട്ടിൽ ഇടയ്ക്കെങ്കിലും ഈ വിളക്ക് കരിന്തിരി കത്താറുണ്ട്. ഈ കരിന്തിരി കത്തുകയാണെങ്കിൽ കരിന്തിരി കത്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ ഒരു വരി ഉരുവിടുക. അത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അങ്ങനെ ചെയ്താൽ ആ ദോഷം നമ്മളെ ബാധിക്കത്തില്ല. കഷ്ടകാലങ്ങൾ ഒഴിഞ്ഞു പോകും. അല്ലെങ്കിൽ ഓരോരോ കഷ്ടകാലങ്ങൾ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഏതാണ് ആ വരി ഉരുവിടേണ്ടത്? 1 മിനിറ്റിനുള്ളിലെങ്കിലും എന്ന് വെച്ചാൽ കരിന്തിരി കത്തി ഒരു 30 സെക്കൻഡ് അല്ലെങ്കിൽ അര മിനിറ്റ് അല്ലെങ്കിൽ 1 മിനിറ്റിനുള്ളിലെങ്കിലും ഈ ഒരു വരി ഞാനീ പറയുന്ന രീതിയിൽ ഉരുവിടണം. അത് 2 രീതിയിൽ ചെയ്യണം. ഒന്ന് വിളക്കിൻ്റെ മുന്നേ എന്നുകൊണ്ടും ചെയ്യണം, ഒന്ന് കിഴക്കോട്ട് തിരിഞ്ഞു എന്നും ചെയ്യണം. ഒരു കുഴപ്പമില്ല. ആ കരിന്തിരി കത്തി കൊണ്ടുള്ള ദോഷങ്ങളങ്ങ് മാറും. കഷ്ടകാലങ്ങൾ ഒഴിഞ്ഞു പോകും. സമ്പത്തും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും സമാധാനവും വീട്ടിൽ മഹാലക്ഷ്മി വസിക്കുകയും ചെയ്യും. ഇതെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഇത് മുഴുവൻ കാണുക. നിങ്ങൾക്കിത് വലിയ ഗുണം ചെയ്യും. അതോടൊപ്പം നിങ്ങൾ വീഡിയോ കാണുന്നവരാണെങ്കിൽ മുഴുവൻ കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നല്ല നല്ല ആളുകളിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ പുതിയ പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി അത് ഉപകരിക്കും. ഞാൻ നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. അതും സമയത്തും ചെയ്തു കൊടുക്കാൻ ഇപ്പോൾ സാധിക്കുന്നില്ല. കാരണം വർക്കുകൾ ഒരുപാട് ഉണ്ട്. അത് ഞാൻ പെട്ടെന്ന് ധൃതി വെച്ച് ചെയ്യുന്നതല്ല എൻ്റെ രീതി. ഒരാളുടെ ജീവിതത്തിൽ ഒരു പ്രാവശ്യമേ ഞാൻ നോക്കത്തുള്ളൂ. അത് നോക്കുമ്പോൾ അതിനൊരു സമയമെടുക്കും. അതിൻ്റേതായ നമ്മുടെ സമയം മെനക്കെടുന്നതിലും വളരെ തുച്ഛമായ ഒരു ഫീസും വരും. അത് ഞാൻ പറയും. ആദ്യം ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്, ക്ഷേത്രത്തിലേക്കുള്ള കാര്യങ്ങളാണ്, സമയമെടുക്കും. അത് താല്പര്യമുള്ളവർ ചെയ്യാമെന്നുള്ളത്. അതുകൊണ്ട് സമയമെടുത്താണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വർക്കുകൾ തീരാൻ കിടപ്പുണ്ട്. അതുകൊണ്ട് പുതിയ വർക്കുകൾ ഇപ്പോഴും എടുക്കുന്നില്ല. പഴയ വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നേരിട്ട് വന്നാലും കൺസൾട്ടിങ് ഇല്ല. കാരണം പെൻഡിങ് വർക്കുകൾ ചെയ്യുകയാണ്. ഫോൺ വിളിച്ചാലും എടുക്കത്തില്ല. കാരണം വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വേറൊരാളുടെ വിഷയത്തിലേക്ക് പോകത്തില്ല. അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ അത് സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ. കാരണം പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ട്, അതിനുവേണ്ടി പറയുന്നതാണ്. അപ്പോൾ ഇനി വിഷയത്തിലേക്ക് വരികയാണ്. വിശദമായിട്ട് ഞാൻ പറയുന്നുണ്ട്. നിങ്ങളിത് മുഴുവൻ കേൾക്കുക. നിങ്ങളുടെ കുടുംബം രക്ഷപ്പെടുന്ന കാര്യമാണ്. അവനവൻ്റെ കുടുംബത്തിൽ എല്ലാ ഉയർച്ചയും ഉണ്ടാകുന്ന കാര്യമാണ്. ഇതുപോലെ നിങ്ങൾക്ക് വേറെ ആരും പറഞ്ഞു തരത്തില്ല. ഞാനീ പറഞ്ഞു തരുന്നത് ഭഗവാൻ ശിവഭഗവാന്റെ അനുമതിയോടും ആശീർവാദത്തോടും കൂടിയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഗുണമുണ്ടാകും. ഭഗവാനിൽ തന്നെ സമർപ്പിച്ചാണ് പറഞ്ഞു തരുന്നത്. ഇനിയും ഈ പറയാൻ പോകുന്ന കാര്യം ശ്രദ്ധിച്ച് കേൾക്കുക. വിളക്ക് നമ്മുടെയൊക്കെ വീട്ടിലൊക്കെ വിളക്ക് ചിലപ്പോൾ കരിന്തിരി കത്താം. ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യം, ഈ വിളക്ക് കരിന്തിരി കത്തുന്ന പലപ്പോഴും മോശ സമയത്തിൻ്റെ ഒരു സൂചനയാണ് വിളക്ക് കരിന്തിരി കത്തുന്നത്. കാരണം അങ്ങനെ ചില അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ മോശ സമയങ്ങൾ ആണ് മിക്കവാറും വിളക്ക് കരിന്തിരി കത്തുന്നത്. അപ്പോൾ ഈ കരിന്തിരി കത്തിയെന്ന് വിചാരിച്ചു, നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പം അതൊരു കഷ്ടകാലത്തിൻ്റെ തുടക്കം ആയിരിക്കാം, അല്ലെ കഷ്ടകാലം ഉണ്ടാകുന്നതിനുള്ളൊരു സൂചന ആയിരിക്കാം. പക്ഷെ നിങ്ങൾ വിഷമിക്കേണ്ട. ഈ പറയുന്ന ഒരു കാര്യം ചെയ്താൽ മതി. വിളക്ക് കരിന്തിരി കത്തിയെന്ന് വിചാരിക്കുക. അപ്പോൾ ആ കരിന്തിരി കത്തിയ ആ തിരി എടുത്ത് മാറ്റി വെച്ചിട്ട് വേറെ തിരി കൊണ്ട് വിളക്ക് കത്തിക്കണം. ഇനി മുഴുവൻ തിരിയും കരിന്തിരി കത്തിയെങ്കിൽ പോലും ഈ പറയുന്ന കാര്യം ചെയ്താൽ മതി. എന്താണ്? വിളക്കിൻ്റെ ഈ കൂന്തയുണ്ടല്ലോ, കൂന്ത, അതേൽ ഇങ്ങനെ കൈ പിടിച്ച് വിരൽ ഈ നമ്മുടെ ഉള്ളം കൈ ഇങ്ങനെ തൊട്ടിട്ട് ഓം നമോ നാരായണായ എന്ന് 3 തവണ ജപിക്കുക. അപ്പോൾ അത് ജപിക്കുമ്പോൾ ഇനിയും പറയുന്ന കാര്യമാണ്, ശ്രദ്ധിച്ച് കേട്ടോണം. വെറുതെ ഓം നമോ നാരായണായ ജപിച്ചാൽ ആ ബലം ഉണ്ടാകത്തില്ല. ഓം നമോ നാരായണായ, നാരായണനെ മനസ്സിൽ ധ്യാനിച്ച്. എങ്ങനെയുള്ള നാരായണനെ? ശംഖ, ചക്രം, ഗദ ഇതൊക്കെ ധരിച്ച നാരായണനെ മനസ്സിൽ ധ്യാനിച്ച് ഭഗവാനിൽ പൂർണ്ണമായിട്ടും സമർപ്പിച്ച് ഈ ഓം നമോ നാരായണായ വിളക്കിൻ്റെ ഈ കൂന്തയെ തൊട്ടുകൊണ്ട് ജപിക്കുക. ജപിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് മനസ്സിലാക്കി വേണം ജപിക്കാൻ. അതായത് ഭഗവാൻ നാരായണനെ അഭയം പ്രാപിച്ചാൽ നിങ്ങളുടെ രക്ഷയ്ക്ക് എത്തുന്നത് സുദർശന ചക്രമാണ്. നിങ്ങളുടെ സർവ്വരക്ഷയും നോക്കുന്ന പിന്നെ സുദർശന ചക്രമാണ്. അങ്ങനെയുള്ളവർക്ക് ഒരു ദോഷങ്ങളും ബാധിക്കത്തില്ല. ഇത് മനസ്സിലാക്കി വേണം ഓം നമോ നാരായണായ ഈ വിളക്കിൻ്റെ ആ കൂർച്ചത്തെ തൊട്ട് ജപിക്കുക.
ഇത് ജപിച്ചാൽ, ഇങ്ങനെ ജപിച്ചാൽ ആ കരിന്തിരി കത്തിയ ദോഷം ബാധിക്കത്തില്ല. കൃത്യം ചെയ്തെടുത്ത് ഫലം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. കാരണം പല കരിന്തിരി കത്തുന്ന ഇടത്തും ഇതൊക്കെ ചെയ്ത് ഒരു കുഴപ്പമില്ലാതെ, ഒരു കഷ്ടകാലവും ബാധിക്കാതെ അവരുടെയൊക്കെ വീടുകളിൽ നല്ല ഗുണങ്ങളുണ്ടായിട്ടുണ്ട്. ഇനിയും ഒരു കാര്യം കൂടെ ചെയ്യണമെന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞ് കിഴക്കോട്ട് തിരിഞ്ഞ് നിന്ന് 2 കൈയും ചേർത്ത് പിടിച്ച് ഉള്ളംകൈ ഇങ്ങനെ പിടിച്ച് ഓം നാരായണായ വിദ്മഹേ വാസുദേവായ ധീമഹി തന്നോ വിഷ്ണു പ്രചോദയാത്. ഓം നാരായണായ വിദ്മഹേ വാസുദേവായ ധീമഹി തന്നോ വിഷ്ണു പ്രചോദയാത്. ഓം നാരായണായ വിദ്മഹേ വാസുദേവായ ധീമഹി തന്നോ വിഷ്ണു പ്രചോദയാത് എന്ന് ജപിക്കുക. ഇതോടെ ചിത്രം ചെയ്ത് കഴിഞ്ഞാൽ ആ കരിന്തിരി കത്തിയത് കൊണ്ടുള്ള ആ ദോഷം അങ്ങ് മാറും. ഈ കരിന്തിരി കത്താതെ കഴിവ് ശ്രദ്ധിക്കണം കേട്ടോ. ഈ പലപ്പോഴും കണ്ടകശനി സമയത്ത്, ഏഴരശനി സമയത്ത്, അങ്ങനെ ശനിദോഷമുള്ള സമയങ്ങൾ, ദശാസന്ധി സമയങ്ങൾ, അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെയാണ് പലപ്പോഴും ഈ കരിന്തിരി കത്തുന്നത് വീട്ടിൽ നിലവിളക്കിൽ. ആർക്കെങ്കിലും വീട്ടിൽ സമയദോഷമുള്ള സമയത്താണ്. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ അത്തരം ദോഷങ്ങൾ നമ്മുടെ കുടുംബത്തിൽ നിന്നേ മാറിപ്പോകും. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ വിളക്ക് കത്തിക്കുന്നതിൻ്റെ പ്രധാന കാര്യം, ഈ വിളക്ക് തെളിയുന്നിടത്ത്, ദീപം തെളിയുന്നിടത്ത് ദുർദേവതകൾ വസിക്കത്തില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ദീപം തെളിയിക്കുന്നിടത്ത് ഐശ്വര്യം ഉണ്ടാകും, സംശയം വേണ്ട. ഇനിയും നമ്മൾ ഈ വിളക്ക് കത്തിക്കഴിയുമ്പോൾ, വിളക്ക് കത്തിച്ച് കഴിയുമ്പോൾ തിരി ഉണ്ടല്ലോ, ആ തിരി നിങ്ങൾ അവിടെ ഇവിടെ എറിയരുത്. അത് ഒന്നിച്ചാക്കി ഒരു ചെറിയ ഒരു ഏതെങ്കിലും ഒരു പാത്രത്തിനകത്തിട്ട് ഒന്നിച്ച് കർപ്പൂരം കൂട്ടി ഒന്നിച്ച് എപ്പോഴെങ്കിലും കത്തിച്ച് കളഞ്ഞാൽ മതി. അല്ലാതെ അവിടെ ഇവിടെയും ഓരോന്നായിട്ട് എറിയുകയോ ഒന്നും ചെയ്യരുത്. ആ ചെയ്യുന്നതെല്ലാം അതിൻ്റേതായ ഒരു രീതി വേണം. അതാണ് ഏറ്റവും നമുക്ക് ഫലമുണ്ടാകും. ഏത് ചെയ്താലും അതൊരു പ്രോപ്പർ ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യണം. അല്ലെ ഇപ്പം നമ്മൾ വിളക്ക് കത്തിച്ച് കഴിഞ്ഞ് തിരിയെടുത്ത് അവിടെ ഇങ്ങോട്ട് എറിയുക, ഇങ്ങോട്ട് എറിയുക ഒന്നും ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെറിയൊരു മൺകോപ്പ അല്ലെങ്കിൽ അങ്ങനെ ഒരു ചെറിയ പാത്രം എടുത്ത് അതിൻ്റെ അകത്ത് ഈ കത്തിയ ശേഷമുള്ള തിരിയെല്ലാം കൂടെ ഇട്ട് കർപ്പൂരം ഇട്ട് കത്തിച്ച് കളഞ്ഞാൽ മതി. അപ്പോൾ അത് കത്തുമ്പം നിങ്ങൾ ഈ മന്ത്രം ജപിക്കുന്നത് നല്ലതാണ്. ഓം നമോ നാരായണായ എന്ന് ആദ്യം ജപിക്കുക. കത്തുമ്പോൾ ആ ഒരു അഗ്നിയെ നോക്കി. പിന്നെ ഓം നാരായണായ വിദ്മഹേ വാസുദേവായ ധീമഹി തന്നോ വിഷ്ണു പ്രചോദയാത്. ഇത് ജപിച്ചാൽ അച്ചട്ടാണ് ആ വീട്ടിലെ എല്ലാവിധ ഒരു ദുരിതങ്ങളും മാറി സമ്പത്തും ഐശ്വര്യവും സമൃദ്ധിയും കടന്നു വരും എന്ന് തന്നെ ആണ് അതിൻ്റെ ഫലം. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യുക. കാരണം നമ്മുടെയൊക്കെ വീട്ടിൽ ഇനി വിളക്ക് കത്തിക്കുമ്പോൾ രാവിലെയും കൂടെ രാവിലെ 2 നേരം വിളക്ക് കത്തിക്കുന്നത് ഏറ്റവും നല്ലതാണ്. വിളക്കിൻ്റെ മുന്നിൽ വെള്ളപ്പൂക്കളും ചുവന്ന പൂക്കളും വയ്ക്കുന്നത് നല്ലതാണ് കേട്ടോ. ഈ വെള്ളപ്പൂക്കൾക്കകത്ത് ഒരുപാട് കാര്യമുണ്ട്. വെള്ള നിറത്തിനകത്ത് വെള്ളപ്പൂക്കളും ചുവന്ന പൂക്കളും വിളക്കിൻ്റെ മുന്നിൽ വയ്ക്കുന്നത് നല്ലതാണ്. ഇനിയിപ്പോൾ നിങ്ങളവിടെ ഇത് ഉള്ള പൂ വെച്ചാൽ മതി. വെള്ളപ്പൂ തപ്പി ഇനിയും ഇല്ലെങ്കിൽ പോവുകയൊന്നും വേണ്ട. ഉള്ള പോലെ ചെയ്താൽ മതി. നിങ്ങൾ ചെയ്യുന്ന മനഃശുദ്ധിയോടുകൂടി ചെയ്താൽ മതി. ഉള്ള പൂ വെച്ചാലും മതി, കുഴപ്പമൊന്നുമില്ല. വിളക്ക് എപ്പോഴും ഒരു അല്പം പൊക്കത്തിൽ വേണം വെക്കാൻ, ഒരു പീഠത്തെ വേണം വയ്ക്കാൻ. കാരണം അതിന് നമ്മളൊരു ബഹുമാനം കൊടുക്കുന്നുണ്ട്. നിലവിളക്ക് ആ വിളക്കിൽ ആ ഈശ്വരൻ കുടികൊള്ളുന്നു. ആ ചൈതന്യത്തിൽ, ആ ദീപത്തിൽ ഈശ്വരൻ കുടികൊള്ളുന്നു. അതിൻ്റെ മുന്നിൽ നമ്മൾ നടത്തുന്ന പ്രാർത്ഥനകളൊക്കെ ആ വിശ്വാസത്തിൽ ചെയ്യുമ്പോഴാണ് അത് ബലം കാണുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ശരിക്ക് മനസ്സിലാക്കി ചെയ്താൽ ഒരു ഗുണമുണ്ടാകുന്ന കാര്യമാണ്. ഞാൻ ഇന്നലെ വാട്സപ്പിനകത്ത് കണ്ടു, ഇന്ന് രാവിലെ വാട്സപ്പിനകത്ത് ഞാനൊരു മെസ്സേജ് കണ്ടു. കിട്ടാക്കടം കിട്ടി 6 നാഴി പായസം ഞാൻ ചെയ്തിട്ട് കിട്ടിയെന്ന്. വലിയ സന്തോഷമാണ്. കാരണം അത് കിട്ടുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. പിന്നെ നിങ്ങളുടെ വിശ്വാസവും സമർപ്പണവും ചെയ്യുന്ന രീതിയൊക്കെ പോലിരിക്കും. പക്ഷെ അത് കിട്ടിയതിൽ വളരെ സന്തോഷം. നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോഴാണ് സന്തോഷം ഉണ്ടാകുന്നത്. എനിക്കൊരു കാര്യം സാധിക്കുന്നതിനെക്കാട്ടി സന്തോഷമാണ് ഇങ്ങനെ ഓരോ ആളുകളുടെ ഓരോരോ ജീവിതത്തിൽ ഓരോരോ കാര്യങ്ങൾ നടക്കുന്നതായിട്ട് അവർ മെസ്സേജ് ചെയ്യുമ്പോൾ. പിന്നെ വേറൊരാൾ മെസ്സേജ് ചെയ്തു, കദളിക്കൊല ഭഗവാൻ കൃഷ്ണന് വ്യാഴാഴ്ച സമർപ്പിച്ചു. വെള്ളിയാഴ്ചയോ അല്ല അത് കഴിഞ്ഞ ദിവസമാണെന്ന് തോന്നുന്നു. ഉടൻ തന്നെ വിദേശത്ത് ജോലി പോയിട്ട് കിട്ടാതെ തടസ്സപ്പെട്ട് നടന്ന അവരുടെ ആ അമ്മയുടെ മോന് ജോലി കിട്ടി. ഒരുപാട് നന്ദിയൊക്കെ പറഞ്ഞു. അതൊക്കെ വലിയ സന്തോഷമാണ്. കാരണം ഞാൻ ഏറ്റവും സന്തോഷിക്കുന്നത് ഇതുപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ പറയുന്നത് ചെയ്ത് ഓരോരുത്തരുടെ ജീവിതത്തിൽ ഓരോരോ മാറ്റങ്ങൾ ഉണ്ടാകുമ്പം എനിക്ക് വലിയ സന്തോഷമാണ്, ഒരുപാട് സന്തോഷമാണ്. അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. അവരെല്ലാം ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ, ശിവഭഗവാൻ അനുഗ്രഹിക്കട്ടെ, ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എല്ലാവർക്കും. അത് ഭഗവാന്റെ ചില വിശിഷ്ട അനുഗ്രഹമുള്ള ചില ക്ഷേത്രങ്ങളുണ്ട് കേട്ടോ. അത് കുറച്ച് ക്ഷേത്രങ്ങളുണ്ട്. അത് ഞാൻ പറയുന്നത് എനിക്ക് ആ ഭഗവാന്റെ ആ അനുഭവത്തിൽ നിന്ന് മനസ്സിലായ ചില ക്ഷേത്രങ്ങളാണ്.
അതായത് ഇപ്പോൾ എൻ്റെ ഓഫീസ് 4 കോടിയിലാണ്, ചങ്ങനാശ്ശേരി. ആ 4 കോടി, ആ 4 കോടിയുടെ ഒരു 2 സ്റ്റോപ്പ് അപ്പുറത്ത് പുത്തൻകാവ് കഴിഞ്ഞ് തേവരനട എന്ന് പറഞ്ഞൊരു ശിവക്ഷേത്രമുണ്ട്. ഭയങ്കര അച്ചട്ടാണ്. എനിക്ക് അനുഭവമാണ്. എനിക്കിപ്പോൾ ഞാനൊരു ക്ഷേത്രത്തിൽ നടയിൽ നിന്ന് പ്രാർത്ഥിച്ചു കഴിയുമ്പം നമുക്ക് ചില കാര്യങ്ങൾ ഭഗവാനിൽ നിന്നും അറിയാൻ സാധിക്കും. അല്ലെങ്കിൽ നമുക്ക് ചില ഉൾവിളികൾ ഉണ്ടാകാറുണ്ട്. തേവരനട എന്ന് പറഞ്ഞ ക്ഷേത്രം അച്ചട്ടാണ്. ഇവിടെ പ്രാചീനമായ ഒരു സങ്കല്പമാണ്. ശിവനും പാർവതിയും ഗണപതിയും ശിവകുടുംബമാണ് അവിടെ. അത് ഒരു മഹത്തായ ഒരു സങ്കല്പമാണ്. അങ്ങനെ ചില ക്ഷേത്രങ്ങളുണ്ട്. പിന്നെ ഈ ചങ്ങനാശ്ശേരിയിലും ഉദയഗിരിക്കും ഇടയിൽ ഒരു ശിവൻ്റെ ക്ഷേത്രമുണ്ട്. ഒരു അല്പം പൊക്കത്തിലാണ് ആ ക്ഷേത്രം ഇരിക്കുന്നത്. തിരുമലയെന്നോ അങ്ങനെയാണാണ് പേര് പറയുന്നത്. പെട്ടെന്ന് മനസ്സിൽ ഓർക്കുന്നില്ല. ആ രീതിയിലുണ്ട പേര്. പെട്ടെന്ന് മനസ്സിൽ അങ്ങോട്ട് ഓർമ്മ കിട്ടുന്നില്ല. നാക്കുന്നുമ്പിലുള്ള പേരാണ്. ആ ക്ഷേത്രവും ശിവൻ്റെ പ്രത്യേക ശക്തിയുള്ളൊരു ക്ഷേത്രമാണ്. കാരണം ഞാൻ ഈ അടുത്ത് പറയുന്നത് അതിൻ്റെ അകത്ത് ചില കാര്യങ്ങളുണ്ട്. എനിക്ക് ആ ഒരു ഉൾക്കാഴ്ച കിട്ടിയിട്ടായി പറഞ്ഞിരുന്നത്. ചുമ്മാ ഒന്നും പറയത്തില്ല. ആര് പറഞ്ഞാലും പറയത്തൂല. എനിക്ക് ആ ഉൾക്കാഴ്ച കിട്ടിയാലേ ഞാൻ പറയത്തു. അവിടുത്തെ ശിവൻ ഈ മൃഗങ്ങൾക്ക് ഒക്കെ, ഈ നമ്മൾ വളർത്തുന്ന പശു ആയിക്കോട്ടെ, അങ്ങനെയുള്ള അത് ഒരനുഭവം എന്നോട് പറഞ്ഞതാണ്. അപ്പോൾ ആ അനുഭവത്തിനനുസരിച്ച് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നല്ലതാണ്. വാഹനാദി കാര്യങ്ങൾക്കും ഒക്കെ ഒരു ഐശ്വര്യം ഉണ്ടാകുന്നതിനും ആ ശിവനെ വിളിക്കാൻ നല്ലതാണ്. അപ്പോൾ അത് നിങ്ങൾക്കും ഗുണം ഉണ്ടാകട്ടെ എന്ന് കരുതി ഞാൻ പറഞ്ഞതാണ്. ഒരു ശക്തിയുള്ളൊരു ക്ഷേത്രമാണ്. പിന്നെ ഇപ്പോൾ എല്ലാ ക്ഷേത്രങ്ങളിലും ശക്തി ഉള്ളത് തന്നെ, എൻ്റെ സംശയമൊന്നും വേണ്ട. എൻ്റെ മനസ്സിൽ ഉൾക്കാഴ്ച തോന്നുന്ന, അല്ലെങ്കിൽ ഭഗവാൻ ചിലത് കാണിച്ചു തരുന്ന ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഈ കഴിഞ്ഞ ദിവസം ഞാൻ റോഡിൽ കൂടെ അങ്ങോട്ട് വീട്ടിലോട്ട് നടന്നു പോകുമ്പം ഒരാൾ ഒരു ആക്റ്റീവേ വന്ന് എൻ്റെ മുന്നിൽ ചവിട്ടിയിട്ട് പറഞ്ഞു പോകരുത് എന്ന് വെച്ചിട്ട് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞ് നിങ്ങൾ അന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു എന്ന് പറഞ്ഞു. അപ്പം നമുക്ക് പുള്ളി ഗൾഫിലാണ്. അപ്പം ഞാൻ പുള്ളിയുടെ ഇടയ്ക്ക് വേറൊരിടത്ത് വെച്ച് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് കൈ നോക്കിയായിരുന്നു. ചില കാര്യങ്ങൾ നക്ഷത്രമൊക്കെ ഇങ്ങനെ നോക്കി ചില കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നടന്നു. അപ്പോൾ ഞാൻ ശരിക്കും എന്തോ പറഞ്ഞെന്നുള്ളത് മറന്നുപോയി. കാരണം അത് കഴിഞ്ഞ് എത്രയോ ആളുകളുടെ നോക്കിപ്പോയി. ഞാൻ എന്തോ ആയിരുന്നു പറഞ്ഞത്, എന്തോ പറഞ്ഞതായിട്ടൊക്കെ ഓർക്കുന്നുണ്ട്, എന്താണെന്ന് ഞാനും ഓർക്കുന്നില്ല. അപ്പം പുള്ളി പറഞ്ഞു പുള്ളി ഒരു വലിയ തുക മുടക്കി ഒരു സ്ഥലം മേടിച്ചായിരുന്നു. നല്ല തുക മുടക്കിയാണ്. പുള്ളി പ്രവാസിയാണ്, ഗൾഫിൽ നിന്ന് വന്നതാണ്. സ്ഥലം മേടിച്ചു കഴിഞ്ഞാൽ അവിടെ വീട് വെക്കാൻ വേണ്ടി വലിയൊരു തുക പുള്ളി ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരുങ്ങുന്ന ഘട്ടത്തിലാണ്. ഞാൻ ഇടയ്ക്ക് പുള്ളിയെ ഒരിടത്ത് വെച്ച് കണ്ട് കൈ നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞു ഈ കാര്യം തടസ്സപ്പെടും. പിന്നെ പുള്ളി ഗൾഫിന് പോകാൻ വേണ്ടി എല്ലാം സെറ്റാക്കിയിട്ടാണ് വന്നത്. പക്ഷേ നിങ്ങൾക്ക് ഉടനെ പോകാൻ പറ്റത്തില്ല, ഇത് തടസ്സം വരും. നിങ്ങളുടെ ആ ചെയ്യുന്ന തൊഴിൽ നിങ്ങൾക്ക് ഉടനെ പോകാൻ സാധിക്കത്തില്ല. പിന്നെ BP അത് ശ്രദ്ധിക്കണം അല്ല വേറെ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. എല്ലാം പേടിക്കേണ്ട കാര്യങ്ങളല്ല, ശ്രദ്ധിക്കണം. പിന്നെ അങ്ങനെ 3 കാര്യങ്ങളാണ് പുള്ളിയാണ് എന്നോട് ഇങ്ങോട്ട് ഇത് പറഞ്ഞിരുന്നത്. പിന്നെ ഏതോ ഒരു കാര്യം കൂടെ അങ്ങനെ അത് 4 പുള്ളിക്ക് ജീവിതത്തിൽ അനുഭവമായെന്ന് പറഞ്ഞു. പോകാൻ പറ്റിയില്ല. പുള്ളിയുടെ കോൺട്രാക്റ്റ് സൈൻ ചെയ്ത് അത് റദ്ദായി. വീട് പണിയുടെ അത് ഇനി നടക്കത്തില്ലെന്ന് പറഞ്ഞു. കാരണം അത് ചില നിയമ തടസ്സങ്ങളുമുണ്ട്. അപ്പോൾ സ്ഥലം മേടിക്കാൻ മുടക്കിയ പൈസ അത് ഒരു നഷ്ടപ്പെട്ട രീതിയിലാണ്. പിന്നെ BPയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ അത് ഉണ്ടായി എന്ന് പറഞ്ഞു. അപ്പോൾ അത് കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു അതിന് ഞാൻ പുള്ളിക്ക് ഞാൻ പറഞ്ഞു 2-3 പരിഹാരം പറഞ്ഞു കൊടുത്തായിരുന്നു. കാരണം എനിക്കത് വിശ്വാസമുള്ള കാര്യമാണ്. അപ്പോൾ പുള്ളി അത് ചെയ്തില്ല. എന്നോട് പറഞ്ഞു അത് ചെയ്യാൻ പറ്റിയില്ല, അത് ചെയ്തില്ല. പക്ഷേ എന്നാലും സത്യസന്ധമായിട്ട് പറയുന്നവരോട് എനിക്ക് വലിയ ഇഷ്ടമാണ്. ചെയ്തില്ല എന്ന് തുറന്ന് പറയുക. ചിലർ പറയും ഞാനെല്ലാം ചെയ്തെന്ന്. അങ്ങനെ ചെയ്യാതെ ഇങ്ങനെ ചെയ്തെന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും വലിയ പണക്കം. അങ്ങനെയുള്ളവരോട് പിന്നെ എനിക്ക് സംസാരിക്കുന്നത് ഇഷ്ടമല്ല. ഈ കള്ളത്തരം പറയുന്നത് ചെയ്യാതെ ചിലർ പറയും ഞാനെല്ലാം ചെയ്തത്. പക്ഷെ എല്ലാം ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാം. ഇദ്ദേഹം പറഞ്ഞ് ഞാൻ ചെയ്തില്ല. ഞാൻ പറഞ്ഞു ശരി ആയിക്കോട്ടെ. അപ്പോൾ ഇന്ന് ഞാൻ പിന്നെ വേറൊരു കാര്യം പറഞ്ഞു കൊടുത്തു. വൈകുന്ന ഒരിടത്ത് പോയി ചെയ്യാനുള്ള ഒരു ദേവാലയത്തിൽ പോയി ചെയ്യാനുള്ള ഒരു കാര്യം. പക്ഷേ ഫലം ഉണ്ടാകും ചെയ്താൽ. ഇദ്ദേഹം ചെയ്യുമോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് ചെയ്യുക. അപ്പോൾ ഇതിലൊക്കെ ചില കാര്യങ്ങളുണ്ട്. ഈ രേഖയിലാണേലും അന്ന് ഞാൻ രേഖ നോക്കി പിന്നെ നാളെ നോക്കിയായിരുന്നു. എങ്കിലും
ആ രേഖ നോക്കിയത് പുള്ളി പറഞ്ഞപ്പോൾ ചില കാര്യങ്ങൾ എൻ്റെ മൈൻഡിൽ ഓർമ്മ വന്നു. പുള്ളിയുടെ ജീവിതം കുറച്ച് മോശമായ അവസ്ഥയിലേക്ക് പോകും, ഞാൻ പറഞ്ഞതിലും കൂടുതലായിട്ട്. ഞാൻ ആ രേഖ പിന്നീട് എൻ്റെ മനസ്സിൽ ഇത് ഞാൻ ഓർത്തെടുത്തു. കാരണം ഞാൻ പറഞ്ഞതിൽ അല്പം കൂടെ മോശമായ അവസ്ഥയിലേക്ക് പോകും. പക്ഷേ അതിനെ വൈകുന്ന പാട് ഒരു ദേവാലയം ഞാൻ പറഞ്ഞു കൊടുത്തു. അവിടെ പ്രാർത്ഥന നടത്തിയാൽ അത് ഒരു കുഴപ്പവും വരത്തില്ല. അദ്ദേഹം പോവുമോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. പിന്നെ ആ ഒരു കുറച്ച് മോശം അവസ്ഥയിൽ നിന്ന് പോയാലും പിന്നീട് നല്ലൊരു മാറ്റത്തിലേക്ക് വരാനുള്ള ഒരു രേഖാസ്ഥിതി ഉണ്ട്. എങ്കിലും കുറച്ച് മോശമാകുന്നൊരു സാഹചര്യം അന്ന് ഞാൻ കണ്ടിരുന്നു. അപ്പോൾ അത് ഏറെക്കുറെ ഇപ്പോൾ അനുഭവിച്ചു. പുള്ളി ആ ഘട്ടത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുള്ളി ആ ദേവാലയത്തിൽ വൈകിട്ട് പോവുകയാണെങ്കിൽ സിമ്പിൾ കാര്യമേ പറയത്തുള്ളൂ. അവിടെ പോയി പ്രാർത്ഥിക്കാനേ പറയത്തുള്ളൂ, അല്ലെങ്കിൽ അവിടെ പോയി ചേരാൻ പ്രാർത്ഥിച്ചിരിക്കാൻ പറയും. അങ്ങനെയുള്ള കാര്യമാണ് പറഞ്ഞു കൊടുത്തത്. പോയാൽ പുള്ളിക്ക് അത് വലിയ ഗുണമായിരിക്കും. ഇതെല്ലാം മാറി നല്ലൊരവസ്ഥയിലേക്ക് വരും. അത് ഞാൻ പറഞ്ഞു കൊടുത്തു. നമ്മൾ പറയുന്നത് മനസ്സിൽ നിന്നല്ല, ഹൃദയത്തിൽ നിന്നാണ്. അപ്പോൾ അതൊരു പ്രാർത്ഥനയോട് കൂടിയാണ് പറയുന്നത്. ഈ അദ്ദേഹത്തിന് അത് ഗുണം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. അപ്പോൾ ഈ രേഖാസ്ഥിതിയുടെ ചില കാര്യങ്ങൾ പരിശോധിക്കുമ്പോഴാണ് ചില കാര്യങ്ങളുണ്ട്. ഞാനൊരിക്കലും വലിയൊരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളാണ്. വലിയൊരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരു അധികാരമുള്ളൊരു വലിയ പൊസിഷനിൽ ഇരിക്കുന്ന ഒരു വ്യക്തി. അപ്പോൾ പുള്ളി ഈ പ്രാണായാമ യോഗയൊക്കെ ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ പുള്ളിക്ക് എന്നെ അറിയാം. അപ്പോൾ പുള്ളിയുടെ ഒരു പ്രാവശ്യം ഞാനിങ്ങനെ കൈ നോക്കിയപ്പോൾ ഞാൻ പുള്ളിയുടെ ഹൃദയരേഖയിൽ ഒരു സൂചന കണ്ടു. ഹൃദയരേഖയിൽ ഒരു രേഖാസൂചന കണ്ടു. അപ്പോൾ ഈ ഹൃദയരേഖയിലെ ഈ രേഖാസൂചന ഞാൻ ചില പ്രാചീന തമിഴ് ഗ്രന്ഥങ്ങളിൽ കണ്ടിട്ടുണ്ട്. അത് ഈ തമിഴിലെ ചില ഗ്രന്ഥങ്ങളിൽ ഇപ്പം നമ്മൾ പറയുന്ന നമ്മുടെ ആയുർരേഖ, നമ്മളിപ്പോൾ ഇതാണ് ആയുർരേഖ എന്ന് പറയുന്നത്, ഈ വളഞ്ഞു കാണുന്നത്. പക്ഷേ ഈ ചില പ്രാചീന ഗ്രന്ഥങ്ങളിൽ ഈ ഹൃദയരേഖയ്ക്കും ആയുർരേഖയായിട്ട് പരിഗണിക്കുന്നുണ്ട്. അത് രണ്ടും ശരിയാണ്. ഞാൻ നോക്കുമ്പോൾ രണ്ട് രീതിയിൽ നോക്കാറുമുണ്ട്. അപ്പോൾ ആ രേഖയിൽ ചില സൂചനകൾ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ അങ്ങനെ സൂചനകൾ കണ്ടു കഴിഞ്ഞാൽ ആരോഗ്യ പ്രശ്നങ്ങളെ, ആയുസ്സിൻ്റെ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കണം, ആയുർബലം കുറയാം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പം ഞാൻ പുള്ളിയോട് ചോദിച്ചു, സാറിന് ആരോഗ്യ പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എടുത്തെടുത്ത് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു ഒന്നുമില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ ചോദിച്ചില്ല. പക്ഷെ ഒരു 2-3 വർഷം ആയെന്ന് തോന്നുന്നു. കഴിഞ്ഞപ്പം അദ്ദേഹം ബ്രെയിൻ ട്യൂമർ വന്ന് മരിക്കുകയായിരുന്നു. അപ്പം ഞാൻ ആ രേഖ എപ്പോഴും ഓർക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തെ ഓർക്കും. കാരണം അതൊക്കെ വളരെ കൃത്യമായ ചില കാര്യങ്ങളാണ്. പക്ഷേ അത് അതിൽ ലക്ഷണങ്ങൾ ചിലപ്പോൾ മുൻകൂട്ടി അറിയാൻ പറ്റി കാണത്തില്ല. അതുകൊണ്ടായിരിക്കാം ഇന്ന് പുള്ളി ആരോഗ്യ പ്രശ്നം ഇല്ലെന്ന് പറഞ്ഞത്. അത് ഈ ട്യൂമറുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പം കൂടിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റത്തുള്ളായിരിക്കും. പുള്ളിക്ക് അന്നൊരു പ്രശ്നമില്ലെന്നാണ് പുള്ളി പറഞ്ഞത്. പുള്ളി ഇത് അറിഞ്ഞ് കാണത്തില്ലായിരിക്കും. കുറച്ച് വർഷം കഴിഞ്ഞപ്പോഴായിരിക്കും പെട്ടെന്ന് ഇത് അറിഞ്ഞ് അത് പിന്നെ ആ ഒരു അറിഞ്ഞത് പിന്നീട് കുറേ ആയിക്കഴിഞ്ഞപ്പോഴായിരിക്കും അറിഞ്ഞത്. അന്ന് പറഞ്ഞ സമയത്ത് പുള്ളി പറഞ്ഞ് ശരിയായിരിക്കും, പുള്ളിക്ക് ആരോഗ്യ പ്രശ്നം ഇല്ലായിരിക്കും. പക്ഷെ എങ്കിലും ചില സൂചനകളൊക്കെ എന്ന് കരുതി നമുക്കിപ്പം ഇത്തരം കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഈ രേഖയിൽ തെളിയുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇതെല്ലാം നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ചില കാര്യങ്ങളാണ്. ഈശ്വരാനുഗ്രഹം ഉണ്ടെങ്കിൽ ഒരു പരിധി വരെ പല കാര്യങ്ങളിൽ നിന്നും നമുക്കൊരു മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ഇപ്പം ഞാൻ ചില ആളുകളുടെ രേഖ പരിശോധിക്കുമ്പോൾ പറയാറുണ്ട്, ഇത് ആയുർരേഖയാണ്. അപ്പോൾ ഇത് ആയുർരേഖ വളഞ്ഞാണ്. ഈ ആയുർരേഖയുടെ ഇങ്ങനെ ആയുർരേഖനകത്തേക്കൊരു ശാഖ പോവുക, ആയുർരേഖയിൽ നിന്നും അകത്തേക്കൊരു ശാഖ പോവുക. ഞാനൊരിക്കലും ഒരു വക്കീലിനെ നോക്കിയപ്പോൾ അപ്പോൾ പുള്ളി വളരെ സമ്പന്നനായിട്ടുള്ളൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിനെ നോക്കിയപ്പോഴത്തേന് അദ്ദേഹത്തിന് വിശ്വാസമൊന്നുമില്ല, പുള്ളി മറ്റൊരു മതവിശ്വാസിയുമാണ്. പുള്ളിയുടെ നോക്കിയപ്പോഴത്തേന് എനിക്ക് പുള്ളിയുടെ കുടുംബകാര്യമൊന്നും അറിയത്തില്ല, രേഖ നോക്കിയിട്ട്. പക്ഷേ പുള്ളിക്ക് എന്നോടൊരു വിശ്വാസമുണ്ട്. കാരണം പുള്ളിക്കറിയാം ഞാൻ വെറുതെ കാര്യങ്ങൾ പറയത്തില്ല എന്നറിയാം. കാരണം ഞാൻ അന്ന് തൊട്ടേ നമ്മൾ ഈ ശാസ്ത്രീയമായിട്ട് ഏതൊരു കാര്യത്തെ സമീപിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ സയൻസ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അതൊക്കെ പുള്ളിക്കറിയാം, വെറുതെ ഒന്നും പറയത്തില്ല. അപ്പം ഞാനൊന്ന് കൈ നോക്കിയപ്പോൾ പുള്ളിയോട് പറഞ്ഞ് കുടുംബ ബന്ധം, ഒറ്റപ്പെട്ടുള്ള ജീവിതമാണ് പുള്ളിക്ക് അതിൻ്റെ അകത്ത് കാണുന്നത്. പുള്ളി പറഞ്ഞ് ശരിയാന്ന് പറഞ്ഞു. ഒരു വീട്ടിലാണ്, പക്ഷേ ഒറ്റപ്പെട്ടുള്ള ജീവിതമാണ്. അവർ ഭാര്യ ഭർത്താക്കൾ തമ്മിൽ എപ്പോഴും ഒരു ഐക്യമില്ലാതെ ഉള്ള ജീവിതമാണ്, ഒരൊറ്റപ്പെട്ട അവസ്ഥ തന്നെയാണ്. അപ്പോഴത് ആ രേഖ ഞാൻ പലപ്പോഴും പലയിടത്തും കണ്ടിട്ടുള്ളത്. അപ്പം ഇന്ന് അങ്ങനെ ആകണമെന്ന് നിർബന്ധമില്ല. അത് ഈശ്വരാധീനം ഉണ്ടെങ്കിൽ അതൊക്കെ മാറി നല്ല ഐക്യത്തിൽ വരും. അങ്ങനെ വന്ന സംഭവങ്ങളുമുണ്ട്, പരിഹാരങ്ങൾ ചെയ്ത്. അപ്പം ഇത് ഇങ്ങനെ സംഭവിക്കണമെന്ന് നിർബന്ധമില്ല. ചില സാധ്യതകളും സൂചനകളും മാത്രമാണ്
അത് അതിങ്ങനെ അതിൻ്റെ ഫലം ഇങ്ങനെ വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചില സൂചനകൾ മാത്രമാണ്. നമ്മളതനുസരിച്ചുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ചില ആരോഗ്യ പ്രശ്നങ്ങൾക്കാണെങ്കിൽ ഒന്ന് ചെക്കപ്പ് ചെയ്താൽ നല്ലതായിരിക്കും. എന്നിട്ട് നമ്മളെക്കൊണ്ട് പറ്റുന്ന അപ്പം തന്നെ ഡോക്ടർ ട്രീറ്റ്മെൻറ്റ് നേടുക. ഒരു ആരോഗ്യ പ്രശ്നത്തിന് എപ്പോഴും നമ്മൾ ഡോക്ടർ തന്നെ ട്രീറ്റ്മെൻറ്റ് നേടണം. അല്ലാതെ ഒരു ജ്യോതിഷനോടോ അല്ലെങ്കിൽ ഒരു മറ്റാളുകളോടോ അല്ല അത് ചോദിക്കേണ്ടത്. നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഡോക്ടർ പറയുന്ന തന്നെ അനുസരിച്ച് മുന്നോട്ട് പോകണം. പിന്നെ ക്ഷേത്രത്തിൽ പോകാൻ പ്രാർത്ഥിക്കാം, അതൊക്കെ നമ്മൾ ട്രീറ്റ്മെൻറ്റിനൊപ്പം നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്, അതിൽ തെറ്റില്ല. പക്ഷേ നമ്മളൊരു പിന്നെ ചില സൂചനകൾ കാണുമ്പം ചിലപ്പോൾ ഒന്ന് ചെക്കപ്പ് ചെയ്യുന്നത് നല്ലതാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അത് ചെക്കപ്പ് ചെയ്ത് പോകാൻ നല്ലതാണ്. എന്നുവെച്ചാൽ അത് കുഴപ്പമൊന്നുമുള്ള പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമല്ല. നമ്മൾ ചെക്കപ്പ് ചെയ്താൽ നമുക്ക് തന്നെ ഗുണം ഉണ്ടാകത്തുള്ളൂ, ദോഷം ഉണ്ടാകത്തില്ല. നമ്മൾ പറയുന്ന ഒരു കാലഘട്ടത്തിൽ ചിലപ്പോൾ നമ്മുടെ ശരീരം ചെക്കപ്പ് ചെയ്ത് പോകുന്നതുകൊണ്ട് ഗുണം മാത്രമേ ഉണ്ടാകത്തുള്ളൂ, ദോഷം ഉണ്ടാകത്തില്ല. ചിലപ്പോൾ അപ്പോഴായിരിക്കും നമ്മൾ പല കാര്യങ്ങളും അറിയുന്നത്. അപ്പോൾ നേരത്തെ അറിയുന്നതുകൊണ്ട് നമുക്ക് മരുന്ന് കഴിച്ച് ചിലപ്പോൾ അതൊക്കെ അങ്ങ് മാറും. അങ്ങനെയുള്ള നല്ല കാര്യങ്ങളാണ് ഇതുകൊണ്ടെല്ലാം. ഇത്തരം അറിവുകൾ കൊടുക്കാൻ നമ്മുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ പ്രയോജനപ്പെടുത്താനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അപ്പോൾ ഇതെല്ലാം ഒരു ഈശ്വരീയമായ നല്ല കാര്യങ്ങളാണ്. അപ്പോൾ അത് എല്ലാവർക്കും ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണ്. ഞാൻ ചില നാളുകാരെക്കുറിച്ച് പറയാറുണ്ട്. ഇപ്പം മകയിര നാളുകാർ നാൾ വെച്ച് തന്നെ നമുക്ക് ഒരു കാര്യം പൂർണ്ണമായിട്ട് പറയാൻ പറ്റത്തില്ല. ജനിച്ച സമയം, ഗ്രഹങ്ങളുടെ സ്ഥിതി, കൈരേഖ, ഇതൊക്കെ നോക്കുമ്പോഴാണ് ഒരാളിലേക്ക് കൃത്യമായിട്ട് എത്താൻ പറ്റുന്നത്. എങ്കിൽ പോലും മകയിര നാളാണെങ്കിൽ അവർക്ക് സ്ത്രീകളാണെങ്കിൽ കണ്ണടച്ചുകൊണ്ട് പറയാൻ പറ്റും നേഴ്സിംഗ് നല്ലതാണ്. പക്ഷേ താല്പര്യമുണ്ടെങ്കിൽ തിരഞ്ഞെടുത്താൽ മതി. അതും ഇതും കോഴ്സുകളൊക്കെ പഠിച്ച് അവിടെ ഇവിടെയൊക്കെ ജോലി ചെയ്ത് വെറുതെ ജീവിതം കളയാതെ നമുക്ക് പറ്റുന്ന മേഖല തിരഞ്ഞെടുത്താലാണ് പെട്ടെന്ന് ജീവിതം മാറുന്നത്. പറഞ്ഞു മനസ്സിലായത്? നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് ഇപ്പോൾ പഠിക്കാം, അതിനൊന്നും ആരും നമ്മുടെ കയ്യെ പിടിക്കത്തില്ല. പക്ഷെ നമ്മൾക്ക് ഗുണമുണ്ടാകുന്ന കാര്യങ്ങൾ, മകയിര നക്ഷത്രം നേഴ്സിംഗ് പെണ്ണുങ്ങൾക്ക് നേഴ്സിംഗ് നല്ലതാണ്, സ്ത്രീകൾക്ക്. അതുപോലെ ആണിനാണെങ്കിലും പെണ്ണിനാണെങ്കിലും എൻജിനീയറിംഗ് ഫീൽഡ് നല്ലതാണ്. അതുപോലെ തന്നെ ഹോട്ടൽ, റെസ്റ്റോറൻറ്റ്, ഫുഡ് മേഖലകൾ നല്ലതാണ്. അതുപോലെ റിയൽ എസ്റ്റേറ്റ് നല്ലതാണ്. അതുപോലെയുള്ള ബിൽഡിംഗ് നിർമ്മാണം, സിവിൽ എഞ്ചിനീയറിങ്, ബിടെക് സിവിൽ എഞ്ചിനീയറിങ്, ഡിസൈനിങ്, ഇങ്ങനെയുള്ള മേഖലകൾ നല്ലതാണ്. ഇങ്ങനെയുള്ള മേഖലകളൊക്കെ തിരഞ്ഞെടുത്താൽ അവരുടെ ജീവിതത്തിൽ കൂടുതൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഇപ്പോൾ നമ്മളെല്ലാവരും ജോലി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞൊരു കാര്യമില്ല. നമുക്ക് പറ്റുന്ന മേഖലകളിൽ നമ്മൾ രക്ഷപ്പെടാൻ ചില മേഖലകളുണ്ട്. അത് മനസ്സിലാക്കി ചെയ്യുമ്പോഴാണ് ജീവിതത്തിൽ രക്ഷപ്പെടുന്നത്. പിന്നെ അവരുടെ ഗ്രഹനിലയും അവരുടെ കൈരേഖയൊക്കെ നോക്കുമ്പോഴാണ് കൂടുതൽ നമുക്കതിലേക്ക് കൃത്യമായിട്ട് ഒരു ആക്യുറേറ്റായിട്ട് നമുക്കതിലേക്ക് എത്താൻ സാധിക്കുക. എങ്കിലും സാമാന്യമായിട്ട് ഇങ്ങനെ ഒരു കാര്യങ്ങൾ തിരഞ്ഞെടുത്താൽ പോലും അവർക്ക് അഭിരുചിയും കൊണ്ടേ തിരഞ്ഞെടുക്കാവുള്ളൂ, താല്പര്യം കൊണ്ടേ ചെയ്യാവുള്ളൂ. പക്ഷേ അത് നല്ല കാര്യങ്ങളാണ്. പലരുടെയും താല്പര്യം എന്താണെന്നറിയാമോ? ശരിക്കും ഒരു മേഖല ഇഷ്ടമല്ലെന്ന് പലരും പറയുന്നത് അപ്പോൾ ആ മേഖലയെക്കുറിച്ച് അറിഞ്ഞിട്ടല്ല. ഇപ്പോൾ ഒരു കുട്ടിയോട് ചോദിക്കും, നിനക്ക് നേഴ്സിങ്ങിന് പോകുന്ന കാര്യം വീട്ടുകാർ ചോദിക്കുമ്പോൾ എനിക്ക് നേഴ്സിംഗ് ഇഷ്ടമല്ല. പക്ഷേ അത് പഠിച്ചിട്ടോ അത് ചെയ്തിട്ടോ അല്ല, അത് അറിയാതെയാണ് അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നത്. പലർക്കും പറ്റുന്ന അബദ്ധം അതാണ്. പക്ഷേ ഈ കുട്ടിക്ക് ചിലപ്പം ആ മേഖലയിൽ പോയി നല്ലതായിട്ട് ചെയ്യാൻ പറ്റുമായിരിക്കും. ആരെങ്കിലും കൂട്ടുകാർ പറയുന്ന അല്ലേ നേഴ്സിങ്ങിനെ കണ്ട് അഭിപ്രായങ്ങളെ അങ്ങനെയൊക്കെ. ഒരു കാര്യം മനസ്സിലാക്കിയിട്ടല്ല എനിക്ക് താല്പര്യമില്ല എന്ന് പറയുന്നത്, മനസ്സിലാക്കിയിട്ടല്ലേ ചെയ്തിട്ട് പറയുന്നതിനകത്ത് രസമുണ്ട്. അങ്ങനെ പല കുട്ടികളും പറയാറുള്ളൂ. നിങ്ങൾ തന്നെ സ്വയം ചിന്തിക്കുക. ഒന്ന് പറയുമ്പം അത് സത്യസന്ധമായിട്ട് അഭിപ്രായം പറയാം. ചുമ്മാ എനിക്ക് അത് ഇഷ്ടമല്ല ഇത് ഇഷ്ടമല്ല എന്ന് പറയുന്നതിനകത്ത് കാര്യമില്ല. ഇപ്പോൾ ഒരു ഉത്രാടം ഉത്രാടം തന്നെ ഇരുന്നോട്ടെ. ഉത്രാടം നാളുകാരാണെങ്കിൽ ഇവരെ ഒരു ജീവിതത്തിലൊരു ആദ്യ കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ മധ്യവയസ്സ് വരെയൊക്കെ വളരെ ക്ലേശങ്ങളായിരിക്കാം. അതിനുശേഷം നല്ല ഉയർച്ചയിൽ വരാൻ യോഗമുള്ളവരാണ്, അറിയപ്പെടാൻ യോഗമുള്ളവരാണ്. സ്വത്ത്, ഭൂമി, വീട്, വാഹനം ഒക്കെ ഉണ്ടാകാൻ യോഗമുള്ളവരാണ്. ഇവർക്ക് ക്ലർക്കൽ സംബന്ധമായ തൊഴിലുകൾ, വണ്ടിയുമായിട്ട് ബന്ധപ്പെട്ട തൊഴിലുകൾ, പിന്നെ ബാങ്കിങ് മേഖല, അതുപോലെ കലാമേഖലകൾ ഒക്കെ നല്ലതാണ്. അപ്പോൾ ഇത് സാമാന്യ ബലങ്ങളാണ്. അതുപോലെ ഇപ്പോൾ ഉത്തരം നാൾ ബാങ്കിങ് ഫിനാൻസ് മേഖലകൾ ഏറ്റവും നല്ലതാണ്. കണ്ണടച്ചുകൊണ്ട് പറയാൻ പറ്റും. ബാങ്കിങ് ഫിനാൻസ് മേഖലകൾ തകർക്കാം. ബാങ്കിങ് ഫിനാൻസ്, അതുപോലെ IT മേഖല, ബാങ്കിങ്, ഫിനാൻസ്, IT, പിന്നെ ഫോട്ടോ ഡിസൈനിങ്, അങ്ങനെയുള്ള മേഖലകളൊക്കെ ഇവർക്ക് വളരെ നല്ലതാണ്.
എന്നുവെച്ചാൽ ആ മേഖല മാത്രമേ ഇവർ ചെയ്യാൻ പാടുള്ളൂ അല്ല അർത്ഥം. അല്ലെങ്കിൽ ഉത്തരനാളുകാരെല്ലാവരും ആ മേഖലയിലാണെന്നും അതിനർത്ഥമില്ല. പക്ഷെ അത്തരം മേഖലകളൊക്കെ നല്ലതാണ്. നമ്മൾ നിങ്ങൾക്ക് താല്പര്യം കൂടെ ഉണ്ടെങ്കിൽ പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ. പൂരനാളുകാർക്ക് ടെക്നിക്കൽ മേഖലകൾ നല്ലതാണ്, സർവീസിങ് മേഖലകൾ നല്ലതാണ്. അവർക്ക് കൺസൾട്ടിങ് എബിലിറ്റി വളരെ കൂടുതലാണ്. കൺസൾട്ടിങ് സംബന്ധമായ മേഖലകൾ നല്ലതാണ്. IT മേഖലകൾ നല്ലതാണ്. ഇങ്ങനെയുള്ള മേഖലകളൊക്കെ. അതുപോലെ പൂയം നാളുകാർക്ക് ഈ IT മേഖലകളെ, റെസ്റ്റോറൻറ്റ്, ഫുഡ് സംബന്ധമായ കാര്യങ്ങൾ, ഫിനാൻസ് സംബന്ധമായ കാര്യങ്ങൾ, അങ്ങനെയുള്ള മേഖലകളൊക്കെ വളരെ നല്ലതാണ്. കുറച്ച് നാൾ പറയുന്നതേ ഉള്ളൂ, ഓർക്കുന്ന കുറച്ച് പറയുന്നേ ഉള്ളൂ കേട്ടോ. മനസ്സിൽ വരുന്ന അങ്ങ് പറയുന്നത് അത്രയേ ഉള്ളൂ. എല്ലാം പറഞ്ഞില്ലെങ്കിൽ നിങ്ങളെ പരിഭവിക്കരുത്. ഇപ്പോൾ എല്ലാവരും ഞാൻ ഓർത്തല്ല, എൻ്റെ മനസ്സിൽ തോന്നുന്ന ചില നാളുകാരെക്കുറിച്ച് അങ്ങ് പറയുന്നതേ ഉള്ളൂ. പക്ഷാപാതമൊന്നുമില്ല. ചില നാളുകാരെക്കുറിച്ച് പറയുന്നില്ലെങ്കിൽ ഒന്നും വിചാരിക്കരുത്, പിന്നെ എപ്പോഴെങ്കിലും പറയാം കേട്ടോ. ചോദ്യ നാളുകാർക്കാണെങ്കിൽ അവർക്ക് ഇതുപോലെ തന്നെ IT ഫീൽഡ് നല്ലതാണ്, എഞ്ചിനീയറിംഗ് ഫീൽഡ് നല്ലതാണ്, അഭിനയം നല്ലതാണ്, രാഷ്ട്രീയം നല്ലതാണ്. അതുപോലെ തന്നെ ഇവർക്ക് ഫുഡ്, റെസ്റ്റോറൻറ്റ് അതുപോലുള്ള മേഖലകൾ നല്ലതാണ്. ഇവർ റെസ്റ്റോറൻറ്റ് മേഖലയെന്ന് വെച്ചാൽ റെസ്റ്റോറൻറ്റിലെ ജോലിക്കാരനല്ല, ആളുകളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്ന ആളാണെങ്കിലാണ് ഇവർ കൂടുതൽ സാമ്പത്തികം ഉണ്ടാക്കുന്നത്. പറഞ്ഞു മനസ്സിലായി. തൊഴിലാളി എന്നതിലുപരി ഒരു മുതലാളി എന്നുള്ള നിലയിലേക്ക് ഇവർ വരണം. എങ്ങനെ വരാം? ദുർഗയ്ക്ക് ചില വഴിപാട് ചെയ്താൽ മതി, അല്ലെ ഭദ്രകാളിക്ക് ചില കാര്യം ചെയ്താൽ മതി, സർപ്പത്തിന് ചില കാര്യം ചെയ്താൽ മതി, പെട്ടെന്ന് ജീവിതം മാറും. അതുപോലെ മൂലനാളുകാർ, ഇവർ ഏത് സ്ഥാപനത്തിൽ ആരുടെ കീഴിൽ നിന്നാലും ഇവർ സ്വന്തം നിലയിൽ വരാൻ ആഗ്രഹിക്കുന്നവരാണ്, അതിന് കഴിവുള്ളവരാണ്. ഇവർക്ക് ഡിസൈനിങ് മേഖലകളെ, ഇപ്പോൾ അലൂമിനിയം ഫാബ്രിക്കേഷന്, അങ്ങനെയുള്ള ഡിസൈനിങ് മേഖലകളെ, ഫോട്ടോഷോപ്പ്, ഡിസൈനിങ്, പ്രിൻറ്റിങ്, അങ്ങനെയുള്ള മേഖലകളെ, IT മേഖലകളെ, കമ്പ്യൂട്ടർ മേഖലകളെ, അതുപോലെ തന്നെ വ്യത്യസ്തമായ മേഖലകൾ, രാഷ്ട്രീയം നല്ലതാണ്. അതുപോലെ തന്നെ ഇവരെല്ലാം പുതിയ ഇന്നോവേഷൻസ്, പുതിയ കാര്യങ്ങൾ, പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിവുള്ളവരാണ് ഈ മൂലനാളുകാർ. അതെന്താ അങ്ങനെ? അവർക്ക് ധനുരാശിയിലാണ് മൂലം വരുന്നത്. ധനുരാശി എന്ന് പറഞ്ഞാൽ വളരെ ക്രിയേറ്റിവിറ്റിയാണ്. അവിടെ ചന്ദ്രൻ വന്നാൽ മനസ്സിന് ചന്ദ്രൻ ധനുരാശി വരിക മൂലം നാളിന്. അപ്പം ചന്ദ്രൻ മനസ്സിൻ്റെ കാരകനാണ്. അപ്പോൾ ഈ ധനുരാശി ചന്ദ്രൻ നിൽക്കുമ്പോൾ ആ മൂലം നക്ഷത്രത്തിൽ ജനിക്കുന്നവർക്ക് ഭയങ്കര മനസ്സിന് ക്രിയേറ്റിവിറ്റി ഉള്ളവരായിരിക്കും. മറ്റാരും ചിന്തിക്കാത്ത കാര്യങ്ങൾ ചിന്തിക്കും, മറ്റാരും നടപ്പിലാക്കാത്ത പല കാര്യങ്ങളും നടപ്പിൽ കൊണ്ടുവരാൻ ശ്രമിക്കും. അതൊരു കമ്പനിയുടെ ഹെഡായിട്ടിരുന്നാലും ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡായിട്ടിരുന്നാലും പുതിയ കാര്യങ്ങൾ ഇവർ കൊണ്ടുവന്നുകൊണ്ടിരിക്കും. കാരണം അവർക്ക് എല്ലാം ക്രിയേറ്റിവിറ്റിയാണ്, അങ്ങനെ കഴിവുള്ളവരാണ്. അതുപോലെ പൂരാടൻ നാളുകാർ പോലീസ്, ഇൻ്റലിജൻസ്, ക്രൈം ബ്രാഞ്ച്, CID സൂപ്പറാണ്. പ്രത്യേക കഴിവ്, രഹസ്യം സൂക്ഷിച്ച് ഇവർക്ക് ചെയ്യാനുള്ളൊരു കഴിവ് ഈ പൂരാടൻ നാളുകാർക്ക് ഉണ്ട്. ഇങ്ങനെയുള്ള മേഖലകളിൽ രഹസ്യാത്മകമായ കാര്യങ്ങൾ സൂക്ഷിച്ച് ചെയ്യേണ്ട ഇതുപോലെയുള്ള മേഖലകൾ ഇവർക്ക് നല്ലതാണ്. പിന്നെ ഇവർക്ക് രാഷ്ട്രീയം നല്ലതാണ്, കൃഷി, പശുപക്ഷി, മൃഗപരിപാലനം ഒക്കെ നല്ലതാണ്. പിന്നെ സർവീസിങ് മേഖലകൾ നല്ലതാണ്, IT മേഖലകൾ നല്ലതാണ്. ഇങ്ങനെയുള്ള മേഖലകളും ഒക്കെ നല്ലതാണ്. പിന്നെ ഇവർക്ക് ഈ ദാമ്പത്യം, കുടുംബജീവിതമൊക്കെ സംബന്ധമായിട്ട് ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചു പോകാൻ നല്ലതാണ്. അത് മകൻ നാളുകാർ ശ്രദ്ധിക്കാൻ നല്ലതാണ്, പൂരാടൻ നാളുകാർ ശ്രദ്ധിക്കാൻ നല്ലതാണ്. ഈ ദാമ്പത്യ ഐക്യം അതുപോലുള്ള കാര്യങ്ങൾ വിശാഖം നാളുകാർ ശ്രദ്ധിക്കാൻ നല്ലതാണ്. അതുപോലെ തന്നെ ഈ മകൻ നാളുകാർക്ക് ചിലപ്പം പലർക്കും ഈ കുടുംബജീവിതത്തിൽ കുറച്ച് വിട്ടുവീഴ്ചകൾ ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ തന്നെയാണ് ഈ മകൻ നാളുകാർ ഈ ടീച്ചറെ ഏറ്റവും നല്ലതാണ്. ടീച്ചറെ, അതുപോലെ ബാങ്കിങ്, ഫിനാൻസ്, IT, അതുപോലെ ഡോക്ടറെ, അങ്ങനെയുള്ള മേഖലകളും ഒക്കെ വളരെ നല്ലതാണ്. ഇവരാരുടെയും കീഴിൽ അങ്ങോട്ട് ഈ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നതിലുപരി സ്വന്തം നില ഇവർക്ക് സ്വാതന്ത്ര്യം കൊടുത്താൽ ഇവർ നല്ല ഇതായിട്ട് ചെയ്യും. ആരുടെ അത്ര കീഴിൽ അങ്ങോട്ട് പോകാൻ ഇവർ ആഗ്രഹിക്കുന്ന ഒരു പ്രകൃതമല്ല. ഇവർ ചില പിടിവാശി, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇവരുടെ സ്വന്തമായ ചില കാഴ്ചപ്പാടുകൾ, അതൊക്കെ ഉള്ളവരാണ് ഈ മകൻ നാളുകാർ. പിന്നെ അത്തം നാളുകാർ ശരിക്കും ഡിസൈനിങ് മേഖലയ്ക്ക് ഏറ്റവും നല്ല ആളുകളാണ്. ഡിസൈനിങ്, ഒരു ഇവൻറ്റ് മാനേജ്മെൻറ്റ്, ഇന്നത്തെ കാലഘട്ടത്തിന് അനുയോജ്യമായ കാര്യങ്ങൾ ഞാൻ പറയുന്നത്, പഴയ കാലത്തെ കാര്യമല്ല, ഇന്നത്തെ കാലഘട്ടത്തിൽ എന്ത് വേണോ അതിൻ്റെ കാര്യമാണ്. അത്തം നാളുകാർക്കാണ് ഇവൻറ്റ് മാനേജ്മെൻറ്റ് ഇപ്പോഴേറ്റവും നല്ലതല്ലേ. ഇവൻറ്റ് മാനേജ്മെൻറ്റ്, ഒരു കല്യാണം നടക്കുന്നു, അതിൻ്റെ ഡെക്കറേഷന്, അതിൻ്റെ കാര്യങ്ങളെല്ലാം ഫുൾ ഒരാളാണ് ചെയ്യുന്നത്. അപ്പോൾ അത്തം നാളുകാർക്ക് ഇവൻറ്റ് മാനേജ്മെൻറ്റ് നല്ലതാണ്. നല്ല കാശുണ്ടാക്കാൻ പറ്റും. അവർ ചെയ്യുന്നത് നല്ല രീതിയിൽ ചെയ്യാനുള്ള അവർക്ക് ചെയ്യാൻ പറ്റുമത്.
അത്തം നാളുകാർക്ക്. അതുപോലെ തന്നെ ആയില്യം നാളുകാർക്ക് ഇതുപോലുള്ള ഇവൻറ്റ് മാനേജ്മെൻറ്റും അതുപോലുള്ള കാര്യങ്ങളും ചെയ്യാനൊക്കെ വളരെ കഴിവുള്ളവരാണ് ആയില്യം നാളുകാർ. അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് നാളുകാരെക്കുറിച്ച് പറഞ്ഞതേ ഉള്ളൂ. പറയാത്ത നാളുകാർ ക്ഷമിക്കുക. പിന്നെ ഏതെങ്കിലും ഒരു അവസരത്തിൽ അവരെക്കുറിച്ച് പറയാം. ഓർക്കുന്ന അങ്ങ് പറയുകയാണ്. ഈ വിശാഖം നാളുകാർക്ക് വണ്ടി സംബന്ധമായ, വാഹന സംബന്ധമായ കാര്യങ്ങൾ, കണക്ക് സംബന്ധമായ കാര്യങ്ങൾ, അതുപോലെ കണ്ണടച്ചുകൊണ്ട് പറയാം, ഫിസിക്സ്, എൻജിനീയറിങ് ഒക്കെ പഠിച്ചാൽ ഇവന്മാരെ വെല്ലാൻ ആരുമില്ല. ഫിസിക്സ്, എൻജിനീയറിങ്. കാരണം ഞാൻ ഈ വിശാഖം നാളുകാരാണെങ്കിലും ഈ ഫിസിക്സിലൊക്കെ വലിയ ടോപ്പായിട്ടുള്ളവരുടെ ഞാൻ പരിശോധിച്ചിട്ടുണ്ട്. ഫിസിക്സ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മെഷീൻ ലേണിങ്, പിന്നെ ഫിസിക്സ് സംബന്ധമായ പഠനങ്ങളൊക്കെ നല്ല രീതിയിൽ വരാൻ ഈ വിശാഖം നാളുകാർ ഒക്കെ നല്ല ഒരു കഴിവ് കൂടുതലാണ്. ടീച്ചിങ് മേഖലകൾ, അതുപോലെ IT മേഖലകൾ, വാഹനം, ഞാനീ പറഞ്ഞ പോലെ വണ്ടി സംബന്ധമായ മേഖലകൾ, ചിലർക്ക് കച്ചവടം. വിശാഖം നാളുകാർ ചിലർക്ക് കച്ചവടം നല്ലതാണ്. അപ്പോൾ ഇതൊക്കെ അവരുടെ ജനിച്ച സമയവും ഗ്രഹത്തിൻ്റെ സ്ഥിതിയും കൈരേഖ എല്ലാം നോക്കുമ്പോഴാണ് അത് കൂടുതൽ നമുക്ക് ശരിയായിട്ട് വരുന്നത്. ഇത് സാമാന്യ ഫലങ്ങളാണ്, എങ്കിൽ പോലും ഇത് പ്രയോജനം ചെയ്യുന്നതാണ്. അതുപോലെ അനിഴം നാളുകാർ കണ്ണടച്ചുകൊണ്ട് പറയാൻ പറ്റും, ടീച്ചിങ് ഏറ്റവും നല്ല മേഖലയാണ് ടീച്ചിങ്. അപ്പോൾ ഈ ടീച്ചിങ് മാത്രമാണ് അവർക്ക് ചെയ്യാവുന്നത്. അല്ല, അവർക്ക് മറ്റുള്ളവരെ പഠിപ്പിക്കുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കുന്ന ഏത് മേഖലയും പറ്റും. രാഷ്ട്രീയം നല്ലതാണ്, ആളുകളോട് പ്രസംഗിക്കാനും അവരെ ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കാനും ഒക്കെ പറ്റുന്ന മേഖലയാണ് രാഷ്ട്രീയം. അതും ഒരു തരത്തിൽ ടീച്ചിങ് തന്നെയാണ്. ആ കഴിവുള്ളവന് അത് നന്നായിട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ ടെക്നിക്കൽ മേഖലകൾ, അതുപോലെ ബിൽഡിംഗ് നിർമ്മാണം, ക്രിയേറ്റീവായിട്ടുള്ള അങ്ങനെയുള്ള മേഖലകൾ, ഡിസൈനിങ് മേഖലകൾ ഒക്കെ വളരെ നല്ലതാണ്. അനിഴം. തൃക്കേട്ട നാളുകാർ അവർ പലരും ഈ ഒരു തൊഴിൽ സ്വീകരിച്ചു കഴിഞ്ഞാൽ അവർക്കത് വർഷങ്ങളോളം തുടരാൻ കഴിവുള്ളവരാണ്. പിന്നെ തുടരുന്നില്ലെങ്കിൽ കുറച്ചൊക്കെ അവനവൻ്റെ കയ്യിരിപ്പാണ് അല്ലെ സമയദോഷമെന്ന് വിചാരിച്ചാൽ മതി. പക്ഷേ ഒരു തൊഴിൽ സ്വീകരിച്ചാൽ അത് വർഷങ്ങളോളം അതേ രീതിയിൽ കൊണ്ടുപോകാൻ കഴിവുള്ളവരാണ്. നല്ല ബുദ്ധിശക്തിയുള്ളവരാണ്, കഴിവുള്ളവരാണ്. ഇവർ എൻജിനീയറിങ്, IT മേഖല, BTech സിവിൽ എഞ്ചിനീയറിങ്, ഡിസൈനിങ്, അല്ലാത്ത മെക്കാനിക്കൽ എഞ്ചിനീയറിങ്, ഇങ്ങനെയുള്ള എഞ്ചിനീയറിങ് മേഖലകളിലൊക്കെ ഏറ്റവും നല്ല ആളുകൾ, വളരെ വൈദഗ്ധ്യം ഉള്ളവരാണ്. അശ്വതി നാളുകാരെക്കുറിച്ച് ഞാൻ വീഡിയോ ഇട്ടായിരുന്നു. അതിനകത്ത് അവരുടെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ വിശദമായിട്ട് പറഞ്ഞുകൊണ്ട് തന്നെ അധികം ആരും കണ്ടിട്ടില്ല. കാരണം നല്ല കാര്യങ്ങൾ നാം അങ്ങനെ അറിയാറില്ലല്ലോ, നല്ല കാര്യങ്ങൾ പ്രത്യേകിച്ച് ആളുകൾ കാണാറില്ല. അതുകൊണ്ട് അശ്വതി നാളുകാരെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് ഇട്ടു, അത് അധികം ആരും കണ്ടിട്ടില്ല. അശ്വതി നാളുകാർക്ക് നല്ല മേഖലകളെക്കുറിച്ചിട്ടു. അവർക്ക് ഹോസ്പിറ്റല്, നേഴ്സ്, ഈ അശ്വതി നാള്, ഞാൻ പണ്ട് ഒരു അശ്വതി നാള് ഉള്ള ഒരു കുട്ടിയോട്, പെൺകുട്ടി, അവർക്ക് എന്നോട് വന്ന് ചോദിച്ചു നേഴ്സിംഗ് നല്ലതാണോ എന്ന്. ഞാൻ പറഞ്ഞു ധൈര്യമായിട്ട് എടുത്തോളാൻ പറഞ്ഞു. ആ കുട്ടി നേഴ്സിങ്ങിന് പോയി, BSc നേഴ്സിംഗ് ആയിരുന്നു, പാസ്സായി. അവിടുന്ന് സൗദി ജോലിക്ക് പോയി. അപ്പോഴും എൻ്റെ അടുത്ത് വന്നു, അയർലൻഡിലേക്ക് ശ്രമിക്കുന്നുണ്ട്, നല്ലതായിരിക്കും. അതിനും എൻ്റെ അറിവിലുള്ള നല്ല കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുത്തു, വഴിപാടുകളും. പോയി അയർലൻഡിൽ പോയി ഇന്ന് ഇഷ്ടം പോലെ കാശുണ്ടാക്കുക. അപ്പോൾ അത് എന്തുകൊണ്ടാണ്? അത് ഞാൻ പറഞ്ഞു കൊടുത്തത് എന്നോട് ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു കൊടുത്തു. പക്ഷെ ആ കുട്ടി നല്ലൊരു മേഖല തിരഞ്ഞെടുത്തുകൊണ്ടാണ്. അല്ലെങ്കിൽ അതും ഇതുമൊക്കെ പഠിച്ച് അവിടെ ഇവിടെയും കടകളിലോ സ്ഥാപനങ്ങളിലൊക്കെ പോയി ഇന്ന് 10-15,000 രൂപ ശമ്പളം കിട്ടി ജീവിതം കഷ്ടപ്പാടും ദുരിതമായിട്ട് വേണമെങ്കിൽ ജീവിക്കാം. അല്ലെങ്കിൽ അവനവന് വേണ്ട ഒരു മേഖല തിരഞ്ഞെടുക്കാം. അതിപ്പം സ്വയമേവ തിരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ നമ്മളോട് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ അവനവന് സ്വയം തിരഞ്ഞെടുക്കുക. എന്താ ചെയ്താലും അവനവന് പറ്റുന്ന മേഖല തിരഞ്ഞെടുക്കുമ്പോഴാണ് യഥാർത്ഥ ജീവിതം ആരംഭിക്കുന്നത്. അല്ലാതെ ചുമ്മാ അതും ഇതും പഠിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. അപ്പോൾ ഇവർക്ക് അഡ്വൈസ് ചെയ്യാനുള്ള കഴിവ് കൂടുതലാണ്, കെയറിങ്ങിനുള്ള കഴിവ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നേഴ്സിംഗ്, ഡോക്ടറെ, ഹോസ്പിറ്റല്, ലാബ് ഇങ്ങനെയുള്ള മേഖലകൾ നല്ലതാണ്. അതുപോലെ തന്നെ ഇവർക്ക് IT ഫീൽഡും അങ്ങനെയുള്ള മേഖലകൾ നല്ലതാണ്. അപാര ബുദ്ധിശക്തിയുള്ളവരാണ് ഇവർ. മികച്ച അഡ്വൈസറൂടാണ്. ഇപ്പോൾ ഒരു മന്ത്രിയുടെയൊക്കെ അഡ്വൈസറായിട്ട് ഒരു ആയില്യംകാരനോ ഒരു അശ്വതിക്കാരനോ ഉണ്ടെങ്കിൽ നല്ല കറക്റ്റ് കാര്യങ്ങൾ അഡ്വൈസ് ചെയ്യാൻ കഴിവുള്ളവരായിരിക്കും. പറഞ്ഞാൽ മനസ്സിലായോ? ഒരു നല്ല അഡ്വൈസ് ചെയ്യാൻ കഴിവുള്ളവരാണ് ഈ ആയില്യോ അശ്വതി. വളരെ ടാലൻ്റ് ഉള്ളവരാണ്. ഇനി നാളുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പറഞ്ഞാൽ മനസ്സിലായോ? ഈ നാളുകൊണ്ട് തന്നെ രക്ഷപ്പെടാൻ നമുക്ക് വഴികൾ പറഞ്ഞു കൊടുക്കാൻ പറ്റും.
അപ്പോൾ ഇതെല്ലാം അറിയേണ്ട കാര്യങ്ങൾ അറിയണം, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം, ചെയ്യേണ്ട സമയത്ത് ചെയ്യണം, അറിയേണ്ട സമയത്ത് അറിയണം. അത്രയേ ഉള്ളൂ. ഇതാണ് ഈശ്വരാധീനം. ഞാൻ പൊതുവായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. സാമാന്യമായിട്ട് ഒരാളുടെ ജനിച്ച സമയവും ഗ്രഹനിലയും ഒക്കെ അനുസരിച്ച് നമുക്ക് കൂടുതൽ അയാളിലേക്ക് വരാൻ പറ്റത്തുള്ളൂ, കൃത്യമായിട്ട് അറിയാൻ പറ്റത്തുള്ളൂ. ഇത് ഞാൻ സാമാന്യമായിട്ട് പറഞ്ഞാൽ എങ്കിലും ഫലം ലഭിക്കുന്ന കാര്യങ്ങളാണ്, നിങ്ങൾക്ക് എപ്പോഴെങ്കിലുമൊക്കെ പ്രയോജനം ലഭിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ നിങ്ങളല്ലേ നിങ്ങളുടെ വീട്ടിലുള്ള കുട്ടികൾ, ഇവരൊക്കെ നാളുകാരൊക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ നല്ല രീതിയിൽ വഴി തെളിച്ച് വിടാൻ പറ്റും. പിന്നെ ഏതൊരാളുടെ ആണെങ്കിലും അവരുടെ താല്പര്യം കൂടെ പരിഗണിച്ച് മാത്രമേ തൊഴിൽ മേഖല തിരഞ്ഞെടുക്കാവുള്ളൂ. നമ്മളൊരിക്കലും നിർബന്ധിക്കരുത്. അവർക്ക് താല്പര്യം കൂടെ ഉള്ള തൊഴിൽ മേഖലയെ തിരഞ്ഞെടുക്കാവുള്ളൂ. അവരുടെയും കൂടെ താല്പര്യം കൂടെ പരിഗണിക്കണം. അതാണ് ഏറ്റവും പ്രധാനം. ഇതൊക്കെ എല്ലാവർക്കും ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണ്. ജ്യോതിഷ, ഹസ്തരേഖ എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെയാണ് ശരിയായിട്ടുള്ള ജീവിതത്തിൽ ഒരു വഴി കാണിച്ചു കൊടുക്കലാണ്. പറഞ്ഞാൽ മനസ്സിലായോ? വഴി കാണിച്ചു കൊടുക്കലാണ്. പിന്നെ പോകാതിരിക്കുകയൊക്കെ അവനവൻ്റെ കാര്യം. ഒരാൾ പണ്ടല്ല കുറച്ച് നാൾ മുമ്പ് എന്നോട് ചോദിച്ചു, പുള്ളി ഒരു പാർട്ണർഷിപ്പ് ബിസിനസ് തുടങ്ങുകയാണ്. അപ്പോൾ എന്നോട് ചോദിച്ചു, പാർട്ണർഷിപ്പ് ബിസിനസ് തുടങ്ങിയാൽ എറണാകുളത്താണ്, അത് ശരിയാകുമോ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, കയ്യിലേക്ക് നോക്കിയിട്ട് ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, എനിക്ക് മനസ്സിലായ കാര്യത്തിന് അടിസ്ഥാനത്തിൽ പറഞ്ഞു ശരിയാകത്തില്ല, പൈസ പോകും എന്ന് ഞാൻ പറഞ്ഞു. അപ്പം പുള്ളി എന്നോട് പിന്നീട് പറഞ്ഞു, പുള്ളിയുടെ പാർട്ട്ണർ വേറെ എവിടെയോ ആരെ കൊണ്ടോ നോക്കിച്ചു. അപ്പം പറഞ്ഞു ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ട് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി, നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാൻ. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു, അത് ശരിയാകത്തില്ല, നഷ്ടം വരും, നിങ്ങളുടെ ഇഷ്ടമാണ്. പിന്നെ അപ്പോൾ അവരെല്ലാം തുടങ്ങി, ഒരാവേശമാണല്ലോ. അപ്പോൾ ഈ പാർട്ണർ എങ്ങാണ്ട് നോക്കി അതെല്ലാം നല്ല സമയമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഒരാവേശം, ചെയ്യാനുള്ള ഒരാവേശം, അവരെ കുറ്റം ഞാൻ പറയുന്നില്ല, ഒരാവേശം കൂടാണിത്. ഇപ്പോൾ ഒരാൾ ഒരു പറഞ്ഞാൽ തന്നെയും ഇപ്പം ഞാൻ പറഞ്ഞത് അവരത് പരിഗണിക്കാഞ്ഞതിൻ്റെ കാര്യം അവരുടെ ഒരു തുടങ്ങാനുള്ളൊരു ആവേശം. അപ്പം തുടങ്ങി 6 മാസമോ കഷ്ടി പോയെന്ന് തോന്നുന്നു, 1.5 ലക്ഷം 2 ലക്ഷം രൂപയുടെ നഷ്ടം വന്ന് ക്ലോസ് ചെയ്തു. ഇത് പൈസ പോകത്തില്ലായിരുന്നു ഞാൻ പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ. എന്നോട് ചോദിച്ചു, എനിക്ക് സത്യസന്ധമായി തോന്നിയ പറഞ്ഞു. അത് പറഞ്ഞത് വെറുതെ അല്ല, കൈരേഖയൊക്കെ നോക്കിയിട്ടാണ് പറഞ്ഞത്. സമയം മോശമാണ്, നിങ്ങൾ ഇപ്പോഴും ഇതിന് പോകണ്ട. പിന്നെ ഞാനൊരു ഉപകാരം കൂടെ പുള്ളിയുടെ കൈരേഖ നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞു, ഇനിയും ഒരാളൂടെ നിങ്ങളുടെ അടുത്ത് പാർട്ണർഷിപ്പിന് വരും, അത് ഫാർമസി സംബന്ധമായ ഏതെങ്കിലും കാര്യങ്ങളായിരിക്കും, അതിനും പോയി തല വെക്കരുത്, വെച്ചാൽ ഇതിനെക്കാട്ടി ഇരട്ടി പൈസ പോകും. അപ്പം പുള്ളി പറഞ്ഞു വരുമെന്നല്ല, വന്നു, ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്, ഞാൻ മറുപടി പറഞ്ഞിട്ടില്ല. ഞാൻ ഏതായാലും ഇനിയും ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞ അനുസരിച്ച് മറുപടി പറയത്തുള്ളൂ, ഞാൻ അതിന് പോകുന്നില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് പൈസ പിന്നെ ലാഭമായി, അല്ലാതെ പിന്നെ നഷ്ടപ്പെടും. ഇതൊക്കെ ചില സൂചനകളാണ്. ഇതൊക്കെ ഒരു വൈഡ് കാൽക്കുലേഷനാണ്, വൈഡ് അനാലിസിസാണ്. അത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ കിട്ടുന്ന ചില കാര്യങ്ങളാണ്, ഒരു അനുഭവത്തിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളാണ്. ഒരു സമയദോഷമാകുമ്പം ഇപ്പം ജന്മത്തിൽ ശനി നിൽക്കുമ്പം പോയി ഒരു ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ജന്മത്തിൽ ശനി നിൽക്കുമ്പം അത് പ്രതിസന്ധികളായിരിക്കും. അപ്പോൾ ആ സമയം കൊണ്ട് നോക്കി പല കാര്യങ്ങളും ചെയ്യുമ്പോഴാണ് അത് നമുക്ക് ഗുണമായിട്ട് വരുന്നത്. കാരണം പൈസ ആരുടെ നഷ്ടപ്പെട്ടാലും അതിനൊരു വിലയുണ്ട്. ഞാനൊരിക്കലും ആരെയും ഈ കുഴി ചാടിക്കുന്ന പരിപാടി പറഞ്ഞു കൊടുക്കത്തില്ല. അത് ആരായിക്കോട്ടെ, ഉള്ള കാര്യം ഉള്ള പോലെ പറയും. ഇത് നിങ്ങൾക്ക് ചെയ്താൽ ശരിയാകത്തില്ല, നിങ്ങൾക്ക് നഷ്ടം വരും, അല്ലെ നിങ്ങൾ അതിൽ നിന്ന് പിന്മാറുക, നിങ്ങൾക്ക് പറ്റുന്ന കാര്യം ചെയ്യുക. അത് ഇഷ്ടപ്പെട്ടാലും കൊള്ളാം, ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കൊള്ളാം, സത്യസന്ധമായി ചോദിച്ചാൽ ഞാൻ ആ മറുപടി പറയും. അപ്പോൾ അത് അവർക്ക് ഗുണം ചെയ്യും, എനിക്ക് സംശയമൊന്നുമില്ല. കാരണം എത്ര രൂപയാണ് ലാഭിക്കാൻ പറ്റുന്നത്? വെറുതെ പൈസ കൊണ്ട് പലയിടത്തും കളയേണ്ട ആവശ്യമുണ്ടോ? ഇങ്ങനെ വലിയ തുകകൾ ലാഭിച്ച ബിസിനസ്സുകാരുണ്ട്. ഞാൻ പറഞ്ഞു വലിയ തുകകൾ, ലക്ഷങ്ങളൊന്നുമല്ല, വലിയ തുകകൾ. ഒരൊറ്റ അഭിപ്രായം, വേണോ വേണ്ടയോ, അങ്ങനെ ലക്ഷങ്ങളല്ല കേട്ടോ, വലിയ തുകയാണ് ലാഭിച്ച ബിസിനസ്സുകാരുണ്ട്. അപ്പം നമ്മൾ ആ ഭഗവാനെ മുൻനിർത്തി നമുക്ക് തോന്നുക, പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള തീരുമാനം എടുക്കാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്, വേണം നിങ്ങളുടെ വഴി. പക്ഷെ നമ്മളോട് ചോദിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യം വെച്ച് പറയും. ഇതൊക്കെയാണ് ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ. ഞാൻ പണ്ടൊരിക്കലും ഒരു പയ്യൻ എൻ്റെ അടുത്ത് വന്നപ്പോഴത്തേന് ആ പയ്യനൊരു സ്നേഹബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ സ്നേഹബന്ധം ഉണ്ടായിരുന്നില്ല, ആ സ്നേഹബന്ധം ഉള്ളതെല്ലാം പോയി കഴിഞ്ഞ അവസ്ഥയിലാണ് ഈ പയ്യനെ ഞാൻ കാണുന്നത്. അപ്പോൾ ആ പയ്യനെ ഒരു ടെക്നീഷ്യനാണ്. അപ്പോൾ പയ്യൻ എന്നോട് പറഞ്ഞു, അവനെ ഭയങ്കര മാനസികമായിട്ടൊരു തകർന്നൊരവസ്ഥയിലായിരുന്നു. ഒരു പ്രേമബന്ധം ഉണ്ടായിരുന്നു, ആ പ്രേമബന്ധമെല്ലാം അതെല്ലാം നഷ്ടപ്പെട്ടു. ആ കുട്ടിയൊക്കെ വേറെ കല്യാണം കഴിച്ചു. അങ്ങനെയുള്ളൊരവസ്ഥയിലാണ് കാണുന്നത്. ഇവൻ ഭയങ്കര വിഷമമായിരുന്നു. അപ്പോൾ ഞാൻ ഇവനെ വേണ്ടി നോക്കിയിട്ട് പറഞ്ഞു, നീ എന്തിനാ വിഷമിക്കുന്നത്? നിനക്കിനിയും നല്ലൊരു ജീവിതമുണ്ട്, നീ രക്ഷപ്പെടും. അപ്പോൾ ഇവന് അത് വലിയ വിശ്വാസമൊന്നും ആയില്ല. പിന്നെ ഞാനൊരു ചില കാര്യങ്ങളിലൂടെ പറഞ്ഞു കൊടുത്തു, അവനത് ചെയ്തു. അവൻ ഒരു ഏക മകനാണ്.
അവൻ്റെ അച്ഛന് ഫസ്റ്റ് പ്രൈസ് അടിച്ചു ലോട്ടറി. അത് ഇവനുള്ളതാണ്. അവൻ എന്നെ കാണാൻ വന്നു, കാറയിലാണ് വന്ന് കാണാൻ. ഒരു ചെറിയ കാര്യം അവൻ ചെയ്ത് കേട്ടോ, ഒരു വഴിപാട്, ഒരു സംഭവം, ഒരു കാര്യം ഞാൻ അവൻ ചെയ്തു കൊടുത്തായിരുന്നു. ഒരു നല്ല ഇത് വഴിപാട്, ഒരു കാര്യം പറഞ്ഞു കൊടുത്തായിരുന്നു. അത് ചെയ്തായിരുന്നു. ചെയ്ത് ശേഷമാണ് പിന്നീട് അപ്പോൾ ഇവൻ്റെ ഫാദർ, ഇവൻ ലോട്ടറി എടുക്കത്തില്ല. ലോട്ടറി എടുക്കാതെ അടിക്കത്തില്ലല്ലോ, എടുക്കുന്നവർക്കല്ലേ അടിക്കത്തുള്ളൂ. അവൻ എടുക്കത്തില്ല. അവനൊരു ടെക്നീഷ്യനാണ്, അവൻ ആ രീതിയിൽ പോകുന്നൊരു മനുഷ്യൻ. പക്ഷെ അവൻ്റെ ഫാദറിന് ഇവൻ ഈ ഒരു കാര്യം വഴിപാട് ചെയ്ത ശേഷം അവരുടെ വീട്ടിൽ ലോട്ടറി അടിച്ചു. അവൻ്റെ ഫാദറിന് അടിച്ചു. അവൻ ഏക മകനാണ്. അപ്പോൾ അവരോട് സ്ഥലങ്ങളൊക്കെ മേടിച്ചു. അവൻ ആ വലിയ കാറിൽ എന്നെ കാണാൻ വന്നു, എന്നോട് നന്ദി പറഞ്ഞു, സന്തോഷം. പിന്നെ അവരുടെ ഇടയ്ക്ക് അവിടെ നിന്നൊക്കെ ആ കാലത്ത് ഒരുപാട് പേര് എന്നെ കാണാൻ വന്നായിരുന്നു. അന്ന് ഞാൻ നേരിട്ട് കൺസൾട്ടിങ് ഉണ്ടായിരുന്നു. അങ്ങനെ ആണ് ഒരുപാട് പേര് ആ കാലത്ത് വന്നായിരുന്നു. അപ്പോൾ അവനെ പിന്നെ നല്ലൊരു ബന്ധമുണ്ടായി, നല്ലൊരു ബന്ധം, നല്ലൊരു രീതിയിൽ കല്യാണം നടന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, താനോട് ഇത് അന്ന് ഞാൻ പറഞ്ഞതല്ലേ, അപ്പോൾ ആ ഒരു സ്നേഹം അവനിപ്പോഴും ഉണ്ട്. നിങ്ങൾ രക്ഷപ്പെടുമെന്ന് പറഞ്ഞല്ലേ, എന്തിനാ പിന്നെ വിഷമിക്കേണ്ട കാര്യം? വെറുതെ നമ്മളായിട്ട് ചിന്തിച്ചൊന്നും കൂട്ടേണ്ട ആവശ്യമില്ല. നമുക്കൊരു നല്ല കാലം വരും, അത് വിശ്വസിക്കുക. അതിന് ചില സൂചനകൾ ചിലപ്പോൾ നമ്മുടെ കൈരേഖ ഗ്രന്ഥങ്ങളിലൊക്കെ ഉണ്ടാകും. അപ്പം നമ്മൾ അതിന് വേണ്ടി പരിശ്രമിക്കുക, ഈശ്വരന് വഴിപാടുകൾ ചെയ്യുക, സന്തോഷത്തോടെ ഇരിക്കുക, അത്രയേ ഉള്ളൂ. അതൊക്കെ കാണുമ്പോൾ അവരെയൊക്കെ കാണുമ്പോൾ എനിക്ക് വലിയ സന്തോഷമാണ്. അതുപോലെ വലിയൊരു കോൺട്രാക്ടർ, അദ്ദേഹത്തിൻ്റെ ഇതുപോലെ ഞാൻ ഒരു കാര്യം പറഞ്ഞു. അദ്ദേഹത്തിന് ആദ്യം ഒരു വിവാഹം വന്ന് മാറിപ്പോയി, വേറെ ചില കാര്യങ്ങൾ ചെയ്തു. അത് ഭദ്രകാളിക്കാണ് ചെയ്തത്. ഏത് ഭദ്രകാളിക്കാണ്? മാരണത്തമ്മയ്ക്ക്, മാരണത്തുകാവ് തെക്കോട്ട് ദർശനം, അവിടെ ചില കാര്യങ്ങൾ ചെയ്തു. നല്ലൊരു ബന്ധം വന്നു, നല്ലൊരു ജീവിതം, വലിയ സന്തോഷം. ഞാനല്ല, അമ്മയാണ് കൊടുത്തത്. ഞാൻ വഴി പറഞ്ഞു കൊടുത്തതേ ഉള്ളൂ. എന്ന് പറയുമ്പോൾ ഇയാൾ ചെയ്യണമെന്നില്ല. നല്ലതായിട്ട് ചെയ്തിട്ടും കാര്യമില്ല, നല്ല ഭക്തിയോട് കൂടി ചെയ്താലേ ഫലമുണ്ട്. അതൊക്കെ പുള്ളി ചെയ്തുകൊണ്ടാണ്, ഞാനൊരു വഴി പറഞ്ഞു കൊടുത്തതേ ഉള്ളൂ. ഇതൊക്കെയാണ് നമുക്കൊരു സന്തോഷം. ഇതാണ് ജ്യോതിഷം അല്ലെങ്കിൽ ഹസ്തരേഖ എന്ന് പറഞ്ഞാൽ. ഇതുപോലെയുള്ള നന്മകളാണ്, അല്ലാതെ ചുമ്മാ കുറേ കാര്യങ്ങൾ പറയുക ഒന്നും അല്ല. ഒരാളുടെ ജീവിതത്തിൽ വരുന്ന മാറ്റം. ഞാനിവിടെ വീഡിയോക്കകത്തിട്ടുണ്ടല്ലോ 10 ലക്ഷം ലോട്ടറി അടിച്ച ഒരാളെക്കുറിച്ച്. അദ്ദേഹത്തിനും ഇതുപോലെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം പലത് ചെയ്യുന്നുണ്ടായിരുന്നു. അദ്ദേഹം ആദ്യം വാട്സപ്പിൽ ഞാനുമായിട്ട് ചാറ്റ് ചെയ്യുമ്പോൾ വളരെ മോശമായിരുന്നു അവസ്ഥ. അന്ന് തൊട്ട് ഞാൻ പറയുന്നുണ്ട്, മനുഷ്യ നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങൾ പറയുന്നത് ചെയ്യേ. പക്ഷേ പുള്ളിയുടെ വാക്കുകളിൽ പലപ്പോഴും നിരാശ ഉണ്ടായിരുന്നു. എങ്കിലും ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് തന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യും, നല്ല വഴിപാടുകൾ. അവസാനം ഈ 1 രൂപ നാണയം വെച്ചൊരു കാര്യം ഞാൻ പറഞ്ഞത് പുള്ളി ചെയ്തു. 10 ലക്ഷം അത് കഴിഞ്ഞ് അന്നേ ദിവസം 1 രൂപ നാണയം ഇതുപോലെ വെച്ചിട്ട് കൃഷ്ണൻ്റെ അമ്പലത്തിൽ നിന്ന് പോകുന്ന വഴിയിലെടുത്ത് ലോട്ടറിയാണ് അടിച്ചത് 10 ലക്ഷം. അത് ഞാൻ വീഡിയോക്കകത്തിട്ടായിരുന്നു. ഇതൊക്കെ എത്രയോ അനുഭവങ്ങളാണ്. ഇപ്പോൾ എല്ലാവർക്കും ലോട്ടറി അടിക്കുമെന്നല്ല പറഞ്ഞത്, പലർക്കും പല രീതിയിലായിരിക്കും ഒരു ജീവിതമാർഗം കടന്നു വരുന്നത്. ഒന്ന് അവനവൻ വിശ്വസിക്കുക, നല്ല കാര്യങ്ങൾ ചെയ്യുക, സന്തോഷത്തോടെ ഇരിക്കുക, ഒന്നും വിഷമിക്കേണ്ട കാര്യമില്ല. സന്തോഷത്തോടെ ഇരിക്കുക, അത്രയേ ഉള്ളൂ. എനിക്ക് പറയാൻ അത്രയേ ഉള്ളൂ. സന്തോഷത്തോടെ ഇരിക്കുക, എല്ലാം ഈശ്വരനാണ്. വിശ്വസിക്കുക, എന്നല്ല ഈശ്വരനെ വിശ്വസിക്കുക, സന്തോഷത്തോടെ ഇരിക്കുക, നന്മയുള്ള കാര്യങ്ങൾ ചെയ്യുക, പരിശ്രമിക്കുക, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുക. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം.